ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഞാൻ കണ്ടു, മാളികപ്പുറം ഉണ്ണിമൂന്നനാണ് സംവിധാനം ചെയ്തത്. വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്കിള് വന്നെ. എന്റെ കൈയും കാലം വറക്കാടാ സുഖം. വിവാദങ്ങൾക്ക് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്ന് സംശയിക്കുന്നതായും അഭിലാഷ് പിള്ള പറഞ്ഞു. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലും ഒക്കെ ഉണ്ട്. മുട്ടനാടുകൾ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ചെന്നായാകരുത് ഉണ്ണി മുകുന്ദനെന്നും അഭിലാഷ് പിള്ള. നീയൊക്കെ അടിച്ചിറക്കുന്ന പോലത്തെ കഥയല്ലടാ, വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടി നിന്നേക്ക് ഇന്ന് പിടിച്ചു കൊടുക്കും. മാളികപ്പുറം വലിയ ഹിറ്റ് പടല്ലേ, അപ്പം നമ്മൾ ആരായാലും വിചാരിക്കൂലേ. പക്ഷെ മാളികപ്പുറം ഡയറക്റ്റ് ചെയ്ത പോലും പിന്നെയാണ് ഉണ്ണി മുകുന്ദനാണ് പിന്നെയാണ് അറിയുന്നത്. സാർ ക്ഷമിക്കണം, ഇവൻ പറഞ്ഞു ഡയറക്ഷൻ എളുപ്പപ്പണിയാണെന്ന്. ഞാൻ ഇതുവരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല സാർ. ഈ പ്രശ്നത്തിന്റെ പിന്നിൽ ചില PR വർക്ക് ഉണ്ട് എന്ന് കൂടി പറയുന്നു. അതിലാണ് നടൻ ഉണ്ണി മുകുന്ദനെതിരെയും അഭിലാഷ് പിള്ളയും വിഷ്ണുവും ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ ക്രിമിനൽസ് താങ്കളുടെ ഇന്റേൺഷിപ്പിന് വന്നായിരിക്കും അല്ലേ? അയ്യോ അങ്ങനെയല്ല സാറേ, എനിക്ക് ക്രിമിനൽ മൈൻഡ് സെറ്റ് ഇല്ലല്ലോ. തങ്ങളുമായി പ്രശ്നമുള്ള ആളുകളെ സമീപിച്ച് ഡേറ്റ് കൊടുക്കുന്നതായി അറിയുന്നു. ഈ പ്രശ്നത്തിന്റെ പിന്നിൽ അദ്ദേഹമാണ് എന്നൊരു ഗുരുതര ആക്ഷേപം കൂടി ഇപ്പോൾ അഭിലാഷ് പിള്ളയും വിഷ്ണുവും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഉണ്ണി മുകുന്ദനാണ് എന്നാണ് പറയുന്നത്. മാളികപ്പുറം സംവിധാനം ചെയ്തത് താനാണ് എന്ന് ഉണ്ണി മുകുന്ദൻ പലരോടും പറയുന്നത് കേട്ടു. സാർ ഇതിനു മുമ്പ് എത്ര ആഡ് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ? ഒരു 10-15 എണ്ണം ചെയ്തിട്ടുണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ സുമതി വളവ് സംവിധാനം ചെയ്തത് അർജുൻ അശോകൻ ആയിരിക്കുമല്ലോ എന്ന പരിഹാസം കൂടി അഭിലാഷ് പിള്ളയും വിഷ്ണുവും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓന്റെ ഓരോ വെകിട് പരിപാടി എന്റെ കിരണെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഏത് പ്രൊഡ്യൂസർ ആയാലും സ്ക്രിപ്റ്റ് കേട്ട് കംപ്ലീറ്റ് കേട്ടിട്ട് മാത്രമേ സിനിമ പാടുള്ളൂ. എന്നെ പോലെ അബദ്ധം പറ്റരുത്. കാരണം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അഭിലാഷനൊക്കെ ഉണ്ടായിട്ടില്ല. ലൊക്കേഷനാണ് ഓരോ സീനും എഴുതിയിട്ടുണ്ടായിരുന്നത്. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞു അറിയാതെ എന്നാൽ പ്രസക്തിയില്ല. ശിക്ഷ അനുഭവിച്ചേ മതിയാവും. ഉണ്ണിമൂന്നന്റെ വിജയിച്ച ചിത്രമൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾക്കൊക്കെ വേറെ സംവിധാനമാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. ചെറ്റത്തര എവൻ കാണിച്ചാലും ചെറ്റത്തരം തന്നെയാ. അത് ബ്രിട്ടീഷുകാരനായാലും ശരി, ഇന്ത്യക്കാരൻ പെരുമാളായാലും ശരി. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.